നമ്മളെ പണി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ വണ്ടീൻ്റെ. പിന്നെ ഈ ക്യാന് രണ്ടും നമ്മൾ കുറച്ചും കൂടി പുറത്തേക്ക് തള്ളി വെക്കുക. എന്നാൽ പിന്നെ ഈ കറക്റ്റ് അഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ വളയ്ക്കേണ്ടി വരുന്ന പ്രശ്നം വരില്ല. ഓക്കെ, പിന്നെ ഇവിടെ കട്ട് ചെയ്തിട്ട് നീക്കിയേക്കല്ലേ. പിന്നെ ഈ സാധനം തന്നെ കുറച്ചൊക്കെ ചെരിഞ്ഞാൽ നിൽക്കണേ. ഉണ്ടാക്കുമ്പോൾ ഷെഫീക്ക് പറഞ്ഞിനി ഒരു ഭാഗം സൈഡ് ചെരിഞ്ഞിട്ട് ഒരു സാധനം പൊന്തിട്ട് വേണ്ടത്. അതും നമുക്ക് ഇപ്പം തന്നെ റെഡിയാക്കാം. അഥവാ ഇനി ചെറിയൊരു മറച്ചിലിൽ പോലും ഇനി അതിൻ്റെ പ്രശ്നം വരണം കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ നമ്മളൊരു സീറ്റ് അടിച്ച് സെറ്റാക്കുന്നുണ്ട് ചാരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഇല്ലാതെ പോകാൻ പറ്റും. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണേ. അങ്ങനെ 2 ദിവസത്തെ റെസ്റ്റിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അന്ന് നമ്മൾ നേരെ പോകാമെന്ന് പറഞ്ഞാണ് വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് നേരെ പോകാനില്ല. അതിന് മുന്നേ നമ്മൾ നിലത്ത് മണ്ണ് ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ പോകണം. ദേര, ഷാർജ, അജ്മാന്, ഉമ്മുൽ ഖുവൈൻ എല്ലാം ഒറ്റയടിക്ക് തീർക്കല്ല കേട്ടോ. തിരിച്ച് ഇതുവഴി തന്നെയാണ് വരിക. അപ്പം നമുക്ക് ഈ എമിറേറ്റുകളൊക്കെ തൊട്ടടുത്ത് തന്നെ ഒക്കെ 1/2 മണിക്കൂർ 20 മിനിറ്റിൻ്റെ ഓട്ടേ ഉള്ളൂ. അപ്പോൾ അതുവഴി കറങ്ങി ഇങ്ങനെ ഉമ്മുൽ ഖുവൈൻ പോവാം. പിന്നെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമ്മൾ കുറച്ച് ക്യാൻ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി വെച്ച്, അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് തള്ളി വെച്ചു. അങ്ങനെ ആകുമ്പം ഈ ഭയങ്കര കുടുസായിട്ടുള്ളൊരു ഇടങ്ങേറായിട്ടുള്ള നിർത്തണ്ടല്ലോ. ടാങ്ക് 2 നിന്നിനി ആദ്യം അത് നിന്ന്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരിയസിൻ്റെ കൊമ്പല്ല 2 കൊട്ടായിട്ട് ഇങ്ങനെ പോണ മാതിരി ഉണ്ടാവും ഞാൻ. പിന്നെ ബാക്കിലേക്കുള്ള സീറ്റ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഡാസിലിൽ. പിന്നെ നമ്മളെ ഡാസിലേ സംഭവം പറയാൻ വിട്ടു തന്നെയാണ്. ഡാസിലിൽ ഇതേമാരത്തെ ഓരോ നമ്മളെ കാരവൻ ഉണ്ടാക്കുക, ആംബുലൻസ് ഉണ്ടാക്കുക, വണ്ടിക്ക് ബോഡി ഉണ്ടാക്കുക, ഇങ്ങനെ നമ്മൾ അൾട്രേഷൻ ഉണ്ടല്ലോ, അതായത് നമുക്ക് യാത്രക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കി മാറ്റുക, അതായത് ലോങ് ഡ്രൈവിന് ഉപകരിക്കുന്ന രീതിയിലാക്കി മാറ്റുക. ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സീറ്റും കിടക്കിയ കട്ടിലോ എന്താ വെച്ചാൽ അവരുണ്ടാക്കി തരും. നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾ പരസ്യമായിട്ട് കൂട്ടാണ് അങ്ങനെ തന്നെ കൂട്ടിക്കോളി. നമ്മളെ വണ്ടി അവിടെ നിന്നാണ് പണിയെടുത്തത്. കുറച്ചുകൂടി ഒരു വീതി കൂടിയെന്നുള്ളൂ കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് പിന്നെ ഒരു അടയാളമായിട്ട് അവിടെ കിടന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഓർമ്മിക്കാൻ, ഞാൻ ബൈക്കാണ് ഓട്ടണത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ പരാതി പറഞ്ഞ് ഇയർഫോൺ വെക്കുമ്പോൾ ഒരു സൈഡത്തെ ചെവിൻ്റെ ഒരു ഇടത്തെ ചെവി മാത്രമേ കേൾക്കണുള്ളൂ എന്ന്. അതെന്താ സംഭവിച്ചാൽ മോണോ സ്റ്റീരിയോൻ്റെ പ്രശ്നമാണ്. നമ്മൾ അഡീഷണൽ കൊടുത്ത മൈക്ക് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അഡീഷണൽ കൊടുത്ത മൈക്ക് മോണോ ആണ് തോന്നുന്നത്. ഇനി സ്റ്റീരിയോ ആക്കണം. ഇനി വീഡിയോയിൽ എന്തോ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഹെഡും ഷോൾഡറും അടിച്ചിട്ടാണ് വീണത്. ഹെൽമെറ്റ് എപ്പോഴും ധരിക്കുക. അത് നമുക്ക് നമ്മളെ എത്ര വലിയ ഒരു അപകടത്തിൽ നിന്നാണ് ഒരു പരിധി വരെ രക്ഷിക്കും. കാരണം ഈ വലത്തെ ഷോൾഡറും ഹെഡും അടിച്ചിട്ടാണ് ഞാൻ നിലത്തേക്ക് വീണത്. അപ്പം ആദ്യമായിട്ട് എനിക്ക് ഹെൽമെറ്റ് സ്പോൺസർ ചെയ്യുന്ന ഓട്ടോബ് കാലിക്കറ്റിനെയും ജാക്കറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള സെയിൻ കാറ്ററിങ്ങിനെയും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാണ്. നമ്മൾ പോകല്ലേ, കഥ പറഞ്ഞ് ഇന്ന് നേരം വൈകി, ഫുഡ് കഴിച്ചില്ല, സമയം ഉച്ചയായി. ആദ്യമായിട്ടാണ് ഉച്ചയ്ക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ സാധാരണ വൈകുന്നേരമാണ് ഇറങ്ങൽ. അടുത്ത ഏതെങ്കിലും ഒരു പമ്പിൽ നിന്ന് എണ്ണ അടിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളൊരു പമ്പിൽ നിന്ന് ഫുഡും അടിക്കണം. സലാം. ആഫിലത്തുൽ മദ്രസ സ്കൂൾ വിട്ട് എന്താ ഉച്ചക്ക് കിട്ടോ? PTA മീറ്റിങ്ങാ? നല്ല വെയിലുണ്ട്, പക്ഷേ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് കേട്ടോ. തണുത്ത വെയിൽ. ഗൂഗിൾ മാപ്പിനോട് ഞാൻ വീടാ പറഞ്ഞ്. ഇപ്പോൾ വെയ്സ് എന്ന് പറഞ്ഞുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ പുറത്തുള്ള ആൾക്കാരൊക്കെ, അതായത് യൂറോപ്യൻസൊക്കെ ഉപയോഗിക്കുന്ന വെയ്സാണ്. ഗൂഗിൾ മാപ്പ് വെറും തരികിട. നമ്മളെങ്ങനെയെല്ലാം പറ്റിക്കാനൊക്കെ പറ്റിക്കും.
അപ്പോൾ അതിൽ ഏതോ ഒരു ചെങ്ങായി ആളെ നോളാക്കുന്ന ഒരു ചെങ്ങായി അതിൽ കയറി കൂടിയെന്ന് തോന്നുന്നുണ്ട്. ചില ലൊക്കേഷനൊക്കെ ഇട്ടുകയാണെങ്കിൽ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോയിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പുഴയൊക്കെ ഉണ്ടാവും. അതൊന്നും ആശാന് വിഷയമല്ല. എങ്ങനെയെങ്കിലും ആ സ്ഥലം കാണിച്ചു തരും, അവിടെ എത്തിക്കൂല. അതൊക്കെയാണ് മൂപ്പര പരിപാടി. മൂപ്പരല്ല, 36 ഒരു പെണ്ണാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചില നേരത്ത് ഓളെ തീരെ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ ആപ്പ് തന്നെ മാറ്റി, ഇപ്പോൾ വെയ്സാക്കി. വെയ്സ് എന്താ സുഖമോ, ഇവിടെ ക്യാമറ ഉള്ളതെന്ന് വരെ പറഞ്ഞിരുന്നു. തിരിച്ചതെ മെല്ലെ പോണേ, ശ്രദ്ധിക്കണേ, ക്യാമറ ഉണ്ട്, ഇത്രയാണ് സ്പീഡ്, ഇത്രയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഈ സൈഡിൽ കൂടെ പോയാൽ എത്ര ട്രാഫിക് ഉണ്ട്, ആ സൈഡിൽ കൂടെ പോയാൽ ട്രാഫിക് ഇല്ല, അതുകൊണ്ട് അതിൽ പോയിക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ മൂപ്പര് പറയും. ഇത് വർഷം ഉപയോഗിച്ച് നോക്കുക. വലിയ തിരക്കുള്ളവർ ഏറ്റവും അവസാനത്തെ ആ ട്രാക്കിൽ പോകും. പിന്നെ കുറച്ച് തിരക്കുള്ളവർ ഇതിലെ, വലിയ തിരക്കൊന്നും ഇല്ലാത്തവർ ഒടുവിനത്തെ ട്രാക്കിനും പോകും. നമ്മളെ മാതിരി هذا محطة البنزين. أول حبة بنزين بعدين يلا روح. ആദ്യം നമുക്ക് എണ്ണ അടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് എണ്ണ അടിക്കില്ല. പറ്റിച്ചേ. നല്ലോണം ശ്രദ്ധിച്ച് സിഗ്നലൊന്നും നോക്കാതെ പോയിക്കാണെങ്കിൽ മൊയന്തായി പോവും. പിന്നെ എവിടെയും കാസർഗോഡൊക്കെ പോയിട്ട് യൂട്ടേൺ അടിച്ച് വരേണ്ടി വരും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നേരെ ഓട്ടുമ്പോൾ അല്ല വയ്യറ്റില്ല അറിഞ്ഞാൽ നേരെ തിരിക്കാൻ പറ്റില്ല. പിന്നെ പോയി റൗണ്ട് എടുത്ത് വരണം. ഈ വെയിലും കൊണ്ട് ഇങ്ങനെ റൗണ്ട് എടുത്ത് കളിക്കൽ വലിയ സുഖമില്ല, ഏർപ്പാടില്ലാത്തതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം നമ്മൾ ഓരോ ആരോമാർക്കും. ഇപ്പോൾ ഇവിടുന്ന് റൗണ്ട് ഉണ്ട്. तेरा कटपुरते ഇവിടുന്ന് ഇങ്ങനെ നബീലല്ലേ? ശരി, ഇതിലങ്ങോട്ട് പോകാൻ പറ്റുമോ? ആ അല്ല അതല്ല നിങ്ങളോടെ ചോദിക്കണേ, ഇതിലോട്ട് പോകാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ അങ്ങനെ. ആ ശരി. എവിടെ നാട്ടില്? പെരുന്തൽമണ്ണേ? ആഹാ, എന്നിട്ടാണോ? ഈ ലൊക്കേഷൻ ഇവിടെ ഒന്ന് ചോദിച്ചു എൻ്റെ ആയിട്ട് ഇതാ വിളിക്കുന്നുണ്ട്. മലപ്പുറം ചേലേമ്പ്ര വണ്ടൂരോ? ആ ആ ഓ ആഫ്രിക്ക. ഞാൻ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത്. ആ ഇവിടുന്ന് കണ്ട് പിന്നെ ബൈ റോഡ് പോവും. ആ ഇന്റർനാഷണൽ ട്രിപ്പാ. ശരി. ആ ഇല്ല ഇനിയും ഷാർജ പോകുന്നു. ആ ഏയ് അളിയൻ കയറ്റിയേ. എന്താ വർത്താനോ?
എവിടെ കളി എത്ര തെരഞ്ഞറിയോ ദുബായ് മുഴുവൻ കറങ്ങി. ഇക്കറിയില്ലല്ലോ ഇത് ഇവിടെ. ഞാൻ ഈ കവർ ശ്രദ്ധിച്ച് വരികയാണേ, തിരക്കയുടെ കവർ കാണണ്ടേ. നാട്ടിലെവിടെ പറഞ്ഞേ? തലശ്ശേരി. നിങ്ങളും നിങ്ങൾ നമ്മളെ നാട്ടുകാരനല്ലേ? ഞാൻ ദൂരല്ല, എൻ്റെ പരിപാടി നടക്കൂലല്ലോ. പേര് അഷ്കർ. നിങ്ങൾ മാസ്ക് ഇവിടെ ഒഴിവായിണല്ലോ യു എയിൽ. നിങ്ങൾക്ക് എന്ത് ഇത്ര പേടി? കൊറോണ ഉണ്ടോ? ശീലിച്ചില്ലേ? ആൾക്കാരെ കണ്ടപ്പോൾ മനസ്സിലാവില്ല മാസ്ക് അയച്ചിട്ട്. മാസ്ക് ഇടുമ്പോ അറിയില്ലേ? അത് ശരി. നിങ്ങൾ അസർ തഞ്ചാവൂരോ? തമിഴ്നാടാ? പക്ഷെ മലയാളം നല്ല പച്ചക്ക് വരുന്നുണ്ടല്ലോ. 7 വർഷം ആയതുകൊണ്ടാ? വേറെന്തൊക്കെ? ഞങ്ങൾ ഫുഡ് എന്താ വാങ്ങി തരുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ വേണോ? നിങ്ങൾ തെരഞ്ഞൊന്നല്ലേ, എന്നെ തെരഞ്ഞൊന്നല്ലേ? ഭക്ഷണം കഴിച്ച് ഞാൻ ഇപ്പോൾ കഴിച്ചിട്ടുള്ളൂ. വണ്ടി വന്ന് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പരിക്കുകൾ. റാസൽഖൂർ അല്ല, മറ്റേ ഹാഫ് ഡെസേർട്ടില്ലേ അവിടെ. ഇതാരെ നമ്മളെ കാസർഗോഡ് ഇച്ച ബന്ധുക്ക് പേരെന്തല്ലോ? എന്ത് കഥ? പോരാ, എൻ്റെ സ്ലാങ് അടിപൊളിയല്ലേ? പിന്നെ നിങ്ങൾ കടയിലാ? ഒന്നിച്ചെറുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താ തിരക്ക് പോന്? നിങ്ങൾ കാസർഗോഡ് എവിടെപ്പാ? ഉപ്പള കാതർച്ചനെല്ലാം അറിയോ? ശരിന്നാ, സ്ഥലം കാലിയാക്കുമ്പോൾ വിളിക്കാം. പോട്ടെന്നാ. अरे भाई कैसे है? മലയാളീസ് ഉണ്ടല്ലോ, നമ്മൾ പിന്നെ തീരെ അഹങ്കാരമില്ലാത്ത ആൾക്കാരെ ഉണ്ട്. മലയാളീസ് കണ്ടാലും മൈൻഡ് ചെയ്യൂല. ഓല് വേണമെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് വന്ന് മുണ്ടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. നമ്മൾ അങ്ങോട്ട് ചിരിച്ചാലും മലയാളീസ് ഒരു 3000 ദിർഹംസിൽ കൂടുതൽ ശമ്പളമുള്ള ആൾക്കാരാണ് പിന്നെ പറയും വേണ്ട. പക്ഷെ നേരെ മറിച്ച് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, അതിനിപ്പോൾ പാകിസ്ഥാനികളായാലും ഇങ്ങോട്ട് വന്നിട്ട് കേസായേ ടീക്കേ എന്നൊക്കെ ചോദിക്കും. അതാണ് നമ്മൾ പോലെ തമ്മിലുള്ള വ്യത്യാസം. ഒരു മൈക്ക് വേണം, സൗണ്ട് കേൾക്കില്ല, പരാതി ഞാൻ തീർക്കണം. എന്നാ പോട്ടെ, ഇൻഷാ അല്ലാ കാണാം. ആ, ഞാൻ കണ്ട് യൂട്ടെടുക്കും. എജ്ജ് വരാൻ പറഞ്ഞിടത്ത് കൂടെ ഇല്ലല്ലോ മാപ്പ് വരുന്നേ. അതില്ല, പെയിന്റ് അടിച്ച് കുറച്ച് പുറത്തേക്ക് വെച്ച്. ആദ്യം കുറച്ച് ഉള്ളിലേനി, ഇത് കുറച്ചും കൂടി പുറത്തേക്ക് വെച്ച്. അല്ലടാ, ഈ ഇത് ക്യാന് ഉള്ളിലേനി പുറത്തേക്ക് വെച്ച്. ഇവിടെ എത്തിയിട്ട് ഞാൻ ഒരു മാസമായി. ജസീം, റാഷിദ്. നിങ്ങളാ മഞ്ചേരി? എല്ലാവരും മഞ്ചേരിയാ? മഞ്ചേരി അല്ലേ? ഷോപ്പിലാ? ആ ശരി, അടിപൊളി. അല്ല, ഞാൻ ചേലേമ്പ്ര. മഞ്ചേരിയില്ലേ, അടുത്തന്നെ. പോട്ടെന്നാ.
ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലോകം തന്നെ കാണാം. കാരണം ലോകത്ത് ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരുണ്ട് ഇവിടെ. ഇന്ത്യക്കാർ, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, പലസ്തീന്, മിസരികൾ, ഇംഗ്ലീഷുകാർ, ആഫ്രിക്കക്കാർ, ഹൈറ്റ് കുറഞ്ഞവർ, ഹൈറ്റ് കൂടിയവർ, കുർദായത്, മീഡിയം, തോന മുടിയുള്ളവർ, നേർച്ച മുടിയുള്ളവർ, വെള്ള മുടിയുള്ളവർ. രാവിലെ പറഞ്ഞ നവാസ് സെയിൻ കാറ്ററിംഗ്. ഇനി അത് കേട്ട് വന്നാണ് എന്ന് വിചാരിക്കും ആൾക്കാർ. വേറെന്താ? कहाँ से? या इससे कलकत्ता से. अच्छा, कलकत्ता में कहाँ? कलकत्ता मतलब आसाम मालूम है? आसान? आसाम? त्रिपुरा जो कुछ दिन पहले हादसा हुआ था ना. आसाम है क्या आप? नहीं, त्रिपुरा है. त्रिपुरा है. त्रिपुरा में कहाँ है? त्रिपुरा में कैलाशहर में. कैलाशहर പാണ്ടിക്കാടില്ലേ? ആ, 5 മിനിറ്റ്. പാണ്ടിക്കാട് കരുവാരക്കുണ്ട്. യെസ്. മോൻ്റെ പേരെന്താ? അൽഹാരിസോ? ഞാൻ ഷാർജ. ഞാൻ ഉമ്മുൽക്കോയിലാവും. ഉമ്മുൽക്കോയിൻ. ഇന്ന് പോവല്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലേ? നമ്മളെ കൊടുത്ത് നിൽക്കില്ലേന്ന്. ഞാൻ അങ്ങോട്ട് വിളിച്ചോ മോനെ. വീഡിയോ ഓണാണ്. ഇന്ത്യൻ്റെ കൊടി കാണുമ്പോൾ, ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ പാകിസ്ഥാനികൾക്ക് മുഖം തിരിച്ചിലൊന്നുമില്ല കേട്ടോ. ഒരു വന്ന് കൈയൊക്കെ തരുന്നുണ്ട്. നന്നായ ഓൽക്കന്ന്. ഷാർജക്കാട്ട് നമ്മൾ പോണേ. ബുത്തീന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ 1-2 ആൾക്കാരെ കണ്ടിട്ട് നമുക്ക് വേഗം വിടണം ഉമ്മൽക്കോയിലേക്ക്. നാളെയാണ് പിന്നെ ജബൽ ജയ്സ് കയറാനുള്ളത് നമുക്ക്. അപ്പം ഇവിടുത്തെ പരിപാടി എന്താ വെച്ചാൽ ഇരുടാൻ വേണ്ടി മുന്നേ ഇവിടുന്ന് എസ്കേപ്പ് ആവുക. കെയ്റോ സ്ട്രീറ്റ്. ഫുള്ള് സിഗ്നലാണ്. അത് മാത്രമല്ല ഇനിയിപ്പോൾ ഷാർജക്കുള്ള റോഡ് നല്ല ബ്ലോക്കാവും ചെയ്യും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അധികം ആൾക്കാരും, ദുബായിൽ ജോലിയുള്ള അധികം ആൾക്കാരും താമസിക്കൽ ഇപ്പോൾ ഷാർജയിലാവും. കാരണം ഷാർജയിൽ റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ഫാമിലി ആയിട്ട് വരുന്നവർ പ്രത്യേകിച്ച്. ദുബായിൽ താമസിക്കുക എന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഷാർജയിൽ താമസിച്ചിട്ട് ദുബായിൽ വർക്ക് ചെയ്യലാണ് ഉണ്ടാവുക. അപ്പം ഈ വൈകുന്നേര സമയം 5 മണി ഇറങ്ങിയ ഓഫീസ് കഴിയുന്ന സമയം, ഈ സമയത്ത് ഷാർജയിലേക്കുള്ള റോഡ് നല്ല ബ്ലോക്ക് ഇതാ ഇത് മാതിരി. അതേപോലെ രാവിലെ അവിടുന്ന് ഇങ്ങോട്ടും. മിസ്റ്റർ മാനേജർ, വെർ യു? എവിടെയൊക്കെയാ? എൻ്റെ കൂടെ ആരാണ്ട്? എൻ്റെ കൂടെ 6 ലക്ഷം ആൾക്കാരുണ്ട്. ഇത് മഹാനായ ഇർഫാൻ അവർകളാണ്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ പോവുകയാണ്. ബാറ്ററി കഴിഞ്ഞത്. ചിലപ്പോൾ തിരിച്ചു കടനെ വരും. പിന്നെ എനിക്ക് ആ കാര്യം സ്ഥലം ഇനി ഇതാളേ ഉറങ്ങാൻ സ്ഥലമല്ലേ? ഇജ്ജ് ഒന്നുകൊണ്ട് പേടിക്കണ്ട, അങ്ങനെ പോകും. നമുക്ക് പ്രശ്നമില്ലല്ലോ, ഇവിടെ ഒറ്റ വേണേലും പോവാം. പോട്ടാലി. മോഹോ ഗിണി
ഹാദാ മഹത്തൽ ബെൻസീൻ. ഇതൊരു പെട്രോൾ പമ്പ് ആകുന്നു. ചാറ്റാങ് ചാറ്റാങ് ചാറ്റാങ്. സ്പെഷ്യൽ ഫുൾ സ്പെഷ്യൽ സ്പെഷ്യൽ. क्या हुआ? ओटा नहीं मिला? इसका कैसे डालेगा अंदर? नहीं डालेगा, इसे रखो. फिर तो बाहर गिरेगा ना. नहीं बारह गिरेगा. चालू है. 3 कोल्लम डाला पेट्रोल. 3 साल इसमें डाला, बाहर नहीं जाएगा. आप कहाँ से? नेपाल. नेपाल में कहाँ हो? काठमांडू. पोखरा. अच्छा पोखरा. पहाड़ है ना फुल. आप गए? मैं गया पहले. ये हैं ऐसा टूरी काम आपका यूट्यूबर है? यूट्यूबर है. ये गाड़ी से ले आया. ये गाड़ी हाँ क्या इधर कैसे लेके आएगा ये? शिप में. हाँ फुल हो गया. बस 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 बस. कितना है? ഓ 30. 600 രൂപയ്ക്ക് വണ്ടി ഫുള്ളായി. വെൽക്കം. നമുക്ക് കൊടുക്കുകയാണെങ്കിൽ പോവാം. മുൽക്കോയിനോ അജുമാനോ ആലത്തൂരോ പൈനാറുങ്ങലോ കൊടുക്കുകയാണെങ്കിൽ പോവാം. എണ്ണ കയ്യോ എന്നുള്ള ബേജാറ് വേണ്ട. ബേജാറല്ലെങ്കിലും ഇല്ല, നമ്മൾ തള്ളാൻ റെഡിയാണ്. ഇത് ശിബ് എവിടെ ഇത് വലക്കാ. ആ എന്താ അടിപൊളി റോഡില്ലേ. ഇങ്ങനത്തെ റോഡ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആൾക്കാർ ടൂർ വരും ഇത് കാണാൻ. സൗദി അറേബ്യയിലെത്തിയ ഏകദേശം നമുക്ക് ഇതേമാതിരി സ്ഥലം തന്നെ ഫുള്ള് കിട്ടാണ്ടാവും കേട്ടോ. കാരണം അവിടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള, അതായത് സ്ട്രൈറ്റ് ഹൈവേ റിയാദിലേക്കുള്ള റോഡാണ് തോന്നുന്നുണ്ട്. ദമാം ടു റിയാദ് സ്ട്രൈറ്റ് ലോങ് ഹൈവേ. അപ്പം അത്രത്തോളം വിജനമായ സ്ഥലങ്ങൾ സൗദി അറേബ്യയിലുണ്ട്. നമുക്കുള്ള പണിയാണ്. അതങ്ങൾ അവിടെ നിർത്തിനല്ലേ? ആ ശരി. ശരി. ഞാൻ ഉമ്മുൽക്കോയിനിക്കാ. ആ വ്ളോഗിങ്ങിന് വന്നാ. അങ്ങനെ. ആ ഓ പ്രവാസി ട്രാവലർ ഒരു യൂട്യൂബ് മുതലാളി കൂടിയാണ് അല്ലേ? ജലിയല്ലേ? പിന്നെ അളിയന്മാരാണ് കേട്ടോ. ഓണവെയിൽ സൈഡാക്കി ഞാൻ പറഞ്ഞില്ലേ നമുക്കുള്ള എന്തോ ആണ് നീ. അതെ നമുക്കുള്ള തന്നെ ആയിരുന്നു. നമ്മളെ നാട്ടുകാരാണ്. നല്ലടത്തല്ലേ? നല്ലടത്തും പിന്നെ അരക്കിണറും അല്ലേ? നമ്മൾ അടുത്തല്ലേ? പ്രവാസി ട്രാവലർ യാത്രികനാണ്, സഞ്ചാരിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക. പോട്ടെന്നാ. സന്തോഷം. പോയി വരാം. ഇത് അൽദെയ്ദ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഫലാജിൽ മുഹല്ല. ഉമ്മൽഗോയിൻ്റെ ഭാഗങ്ങളാട്ടോ ഇതൊക്കെ. ഫലാജിൽ മുഹല്ല ശരിക്കും ഒരു ഡിസ്ട്രിക്റ്റ് ആണ്, ഒരു ജില്ല. ഇവിടെ ജില്ല പഞ്ചായത്തൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല. ചുരുളി പാലം
എന്താ വർത്താനോ? എന്താ മാസ്ക് ഇട്ടണ? മാസ്ക് ഒഴിവാക്കിന് യു എയിൽ. ഈ അറിഞ്ഞിട്ടില്ല മാസ്ക് ഒഴിവാക്കിയത്? ഇത് കടലല്ലോ, പുറത്തല്ലേ? സ്ലിപ്പായി പോയതാ. എന്താ വർത്താനോ? ഫോട്ടോ എടുക്കാനുള്ളതൊക്കെ 35 നിർത്തോളി. അത് നിർത്തിയോ? അതിപ്പോ വീണതിന്റെ വെച്ച് സെറ്റ് ആക്കിയതാ. നാട്ടിൽ 10 അതിലും അനക്കാ മതി. ഓരോരുത്തരെ വില അനുസരിച്ചാണല്ലോ. അനക്കാ 10 മതി. എന്താ പറഞ്ഞേ? ആ വീഡിയോ ഓൺ ആക്കിയില്ല. വീഡിയോ ഓൺ ആക്കിയില്ല. പലാജൽ മുഅല്ല ബദൈനൻ ബദൈൻ. പിന്നെയും നമ്മൾ പലാജൽ മുഅല്ലയിൽ ഇവിടെ റാഫി ഉണ്ട്. തിരക്കില്ല ഞങ്ങള്? ഞാൻ കുറച്ച് തിരക്കില്ല. നമുക്ക് നാളെ ജബൽ ജെയ്സ് പോകണം. ജബൽ ജെയ്സ് ആണ് യു എയിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ സ്ഥലം. യു എയിൽ തന്നെയുള്ള അറിയില്ല കേട്ടോ, അങ്ങനെയാണ് തോന്നുന്നുണ്ട്. പിന്നെന്താ പറയാ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ അന്ന് റാസൽ ഖൈമയിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വണ്ടി എടുത്തിട്ട് നേരെ കോർഫക്കാൻ ഫുജേറ പോകും. ഫുജേറന്ന് രാത്രിയോടുകൂടി നമ്മൾ വീണ്ടും ദുബായിലെത്തും. പിറ്റത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ഏതാ ദിവസം? ഇന്നിപ്പോൾ ഏതാ ദിവസം? ബുധനല്ലേ? ഇത് ബുധൻ. നാളെ നമ്മൾ റാസൽ ഖൈമയിൽ ഉണ്ടാവും വ്യാഴം, അതായത് വീഡിയോ വരുന്ന അന്ന്. വെള്ളിയാഴ്ച നമ്മൾ ഫുജൈറ കോർഫഖാൻ കാര്യങ്ങളൊക്കെ കീഴടക്കിയതിന് ശേഷം നമ്മൾ നേരെ ദുബായിലേക്ക് പോകും. വെള്ളിയാഴ്ച ദുബായിലുണ്ടാവും. ശനിയാഴ്ച നമുക്ക് ദുബായിൽ പിന്നെ ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ചെയ്യാണ്ട് ഒരുപാട് പേരുണ്ടാവും അതിൽ കേട്ടോ. ഒരുപാട് ക്ലബ്ബുകളുണ്ടാവും. അപ്പം അത് കഴിഞ്ഞ് ഞായറാഴ്ച നേരെ നമ്മൾ അബുദാബി പോകും. അബുദാബിയിൽ ഞായറാഴ്ച രാത്രിയോടുകൂടി എത്തി കഴിഞ്ഞാൽ തിങ്കളാഴ്ച അൽ ഐന്, ചൊവ്വാഴ്ച ഒമാനി. ക്ലിയർ ആയില്ലേ? അതൊക്കെയാണ് ഒരു മാസ്റ്റർ പ്ലാൻ. ചിലപ്പം ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കും കേട്ടോ, പ്രശ്നം കണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ മൊത്തമായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മളെ നാട്ടുകാർ ഊട്ടി മൈസൂർ കൊടൈക്കനാലും ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. കോൺട്രോഡ് വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ കാണുന്ന ആളുകൾ, മീറ്റ് ചെയ്യുന്നവർ, അവരോടുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ സൗദിയിലെത്തിയാൽ നമുക്ക് ഒരുപാട് വില്ലേജുകൾ കിട്ടും കേട്ടോ. എന്ത് പ്രതീക്ഷിക്കും? ഒമാനിലും കുറേ കൂടി കിട്ടേണ്ടതാണ്. ഒന്ന് പറയാൻ വിടുന്നെ. അങ്ങനെയാണെങ്കിൽ നാളെ പോകട്ടോ റാഫി. വിഷമമൊന്നുമില്ലല്ലോ? ചെറിയൊരു സങ്കടം. ബൈ.